ജീവിതത്തിൽ ഒരിക്കലും സമനില ഇല്ല. ഒന്നുകിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ ജയിക്കുക. ഇത് രണ്ടല്ലാതെ മറ്റൊരു പോംവഴിയില്ല. ഏലാത്ത് താഴ്വരയിലെ യുദ്ധത്തിൽ ഇസ്രായേൽ ജനം കീഴടങ്ങുന്നുമില്ല, ജയിക്കുന്നുമില്ല. തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന മലനായിരിക്കുന്ന ഗോലിയാത്തിനെ കണ്ട് യുദ്ധഭീഷണിയുടെ മുമ്പിൽ ഇസ്രായേൽ ജനം ഓടിയൊളിക്കുക നീണ്ട 40 ദിവസമായി. ഈ ജീവിതത്തിൻ്റെ അകത്ത് വിജയവും പരാജയവും കീഴടങ്ങലുമില്ലാതെ ഓടി അകന്നു മാറുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ഏലാത്ത് താഴ്വരയിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ ബാലകൻ അവിടേക്ക് കടന്നു വന്നു. ആ ബാലകൻ താൻ ശ്രവിച്ച വാക്ക് തൻ്റെ ദൈവമായ യഹോവയെ പരിഹസിക്കുകയും ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന മല്ലൻ്റെ വാക്കുകൾ. ആ കേൾവി തൻ്റെ കാതുകളിലെത്തിയപ്പോൾ ആ മല്ലൻ്റെ നടുവിലേക്ക് ഈ ചെറുബാലകൻ ഇറങ്ങിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ശക്തമായി പ്രതിധ്വനിച്ചത് താൻ സേവിക്കുന്ന ജയവീരനായ യഹോവയെക്കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നീ നിന്ദിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ കടന്നു വരുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, ജീവിതത്തിൽ ഓടി ഒളിക്കാൻ പലതും കാണും. ചെറുത്തു നിൽപ്പാൻ ആവതില്ലെങ്കിലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് ഹൃദയംഗമായി ചിന്തിച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പും മുൻപോട്ട് വെക്കുക. വിശ്വാസ ചുവടുകളിൽ കാലുറപ്പിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് ലക്ഷ്യവും ജയവും തരുവാൻ യേശു ക്രിസ്തു എന്നും എന്നും മതിയായവനാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. യേശു യേശു എന്നേശു, നീ മാത്രം മതി എൻ ജീവിതേ.